ഞാനൊരു ട്രാൻസ്ജെൻഡറും കൂടാണ്. എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് കൃഷി ചെയ്യുമ്പോൾ സർക്കാരിന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിനോദിനി എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ വുമണിന്റെ ഇത്രയും ഈ വലിയ വരുന്ന 5 ഏക്കർ പാടശേഖരത്തെ കൃഷിയെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് വിനോദിനിയോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്? ഇത് കേരളത്തിലൊട്ടാകെയുള്ള ട്രാൻസ്ജെൻഡർ വുമൻസിന് ഒരു മാതൃകയാണ് വിനോദിനി. അദ്ദേഹത്തിൻ്റെ ഈ കൃഷി പാടവിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത്. ചാനൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൃഷി അറിവുകളും നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ കാണുന്നത് എൻ്റെ ഗ്രാമമായ കൃഷ്ണപുരം എന്ന പ്രദേശത്തെ ഒരു ട്രാൻസ്ജെൻഡർ വുമൺ കൃഷി ചെയ്തിരിക്കുന്ന മനോഹരമായ നെൽപ്പാടമാണ്. അതിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിനുണ്ടായ ന്യൂനതകളും ഈ കൃഷി സംബന്ധമായി കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അന്നേരം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, എല്ലാവരും മുഴുവനായി കാണുക. നമ്മളിത് ഏതെല്ലാം നെല്ല ഇവിടെ നട്ടിരിക്കുന്നത്? ചേറാളി എന്ന് പറയും. ചേറാളി. ഏതിന്റെ അടിസ്ഥാനത്തില് നമ്മളിവിടെ കൃഷി ചെയ്തേക്കുന്നത്? കൃഷിഭവന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ കടകല് നീക്കം ചെയ്താണ് നമ്മൾ ഈ കൃഷി തുടങ്ങിയത്. എത്ര ഏക്കർ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്? മൊത്തം ഞാൻ ചെയ്തിരുന്നത് നേരത്തെ 3 മാസത്തിന്റെ ഒരു നെല്ല് കരനെല്ല് ഇട്ടായിരുന്നു, അത് കൊയ്തു നേരത്തെ. ഇപ്പം ചേറാളി ഒരു 5 ഏക്കറിലാണ് മൊത്തം ഞാൻ കൃഷി ചെയ്യുന്നത്. അതിൽ ഇഞ്ചി വാഴയും സെപ്പറേറ്റും ഉണ്ട്. പിന്നെ വാഴ, ഇഞ്ചി, മഞ്ഞള്, അതും കുറെ വെള്ളം കയറിയൊക്കെ പോയി, എങ്കിലും കുറച്ചൊക്കെ കിട്ടി. നെല്ലിന്റെ താണ്ട് ഇപ്പൊ അവസ്ഥ കൊണ്ട് കണ്ടില്ലേ, അവിടെ ഒരു 2-3 കണ്ടെത്തി മോശമായി പോയി. ഇത് പിന്നെ നല്ല നെല്ല, ഇത് നല്ലതാ. പക്ഷെ ശല്യമുണ്ട്, അതുണ്ട്, ശല്യമുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ശല്യത്തിലാ അവിടെ കുറെ നെല്ലുകൾ നല്ലതായിട്ടുള്ളതെല്ലാം പോയത്. ഇനിയും ഇപ്പം ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് 1 ലക്ഷത്തിന് മേളിൽ രൂപ ചെലവായത് കടകല് നീക്കം ചെയ്ത. പക്ഷെ നമുക്ക് സർക്കാരിൽ നിന്ന് തുച്ഛമായ ഇച്ചിരി പൈസ കൃഷി ഓഫീസറിന്റെ കെയറോപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഏത് മാസമാണ് നമ്മൾ കൃഷി ഇവിടെ ആരംഭിച്ചത്? ഏപ്രിൽ മെയ് മാസത്തിലാണ് ഞാൻ കൃഷികളെല്ലാം തുടങ്ങിയത്. വളം, എല്ലുപൊടി, ചാണകം, ജൈവവളം ഉപയോഗിച്ചത്. പിന്നെ ഒരു ഇച്ചിരി അല്ലാത്ത രാസവളം പോലത്തെ എന്തോ ഒരു വളം ഇച്ചിരി ഇട്ട് കുറച്ച് ഭാഗത്തേ ഇട്ടുള്ളൂ, അതങ്ങ് നശിച്ചും പോയി. ഉപയോഗിച്ചേക്കുന്നത്. പക്ഷെ നെല്ല് നല്ല നെല്ലായിരുന്നു. പക്ഷെ എല്ലാം വെള്ളം കയറി, ആ വെള്ളം കാലാവസ്ഥയുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ആയത്. അത് മാത്രമല്ല, കൊയ്ത്തിന്റെ ഒരുപാട് കാശാകുന്നു, കൃഷി സമയത്തും കുറെ കാശുകളാകുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, ചെലവ് കൂടുതൽ. അപ്പൊ അതിനെ നമുക്ക് സർക്കാരിന്റെ അനുമതിയായ ഒരു മാന്യമായിട്ടുള്ള കാര്യങ്ങൾ തന്ന് സഹായിക്കുകയാണ്. ഞാനൊരു ട്രാൻസ്ജെൻഡറും കൂടാണ്. എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് കൃഷി ചെയ്യുമ്പോൾ സർക്കാരിന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പോലും രീതിയിൽ ഒരു ആനുകൂല്യങ്ങളും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. യഥാർത്ഥമായുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആനുകൂല്യമൊന്നും എനിക്കിപ്പോൾ ഇതുവരെയായിട്ട്, ഞാനാണ് യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആദ്യത്തെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളും. പക്ഷെ ഇന്നും ഞാൻ നിലനിൽക്കുന്നതും ജീവിക്കുന്നതും ഇങ്ങനെയാണ്. പക്ഷെ അല്ലാതെ നടക്കുന്നവർക്കൊക്കെ ഒരുപാട് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതൊക്കെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ കൃഷി വകുപ്പ് ഓഫീസർ നമ്മളൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ പുറത്തുനിന്ന് ഞാൻ എല്ലാ രേഖകളും ഹാജരാക്കി ഇത് ഇൻഷുർ ചെയ്തതാണ്. അപ്പൊ നശിക്കുന്നതിന് ഇൻഷുർ ചെയ്ത വിളവെടുപ്പിന് നശിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെതായ എന്തോന് തരേണ്ടതാണ്. അപ്പൊ അവര് പറയുന്ന ഇൻഷുർ ചെയ്താലൊന്നും കിട്ടില്ലെന്നാണ് ഉള്ളെന്തോ, ഇത്രയെങ്ങാണ്ട് നശിക്കണമെന്ന്. അപ്പൊ നമ്മൾ നശിക്കാൻ വേണ്ടി അല്ലല്ലോ കൃഷി ചെയ്യുന്നത്. എനിക്കിത് നശിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി ഇത് നശിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടുന്നത് ഞാൻ ഇനിയിപ്പോൾ ഇത് കൊയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചിലവാകുന്ന രൂപ പോലും കിട്ടില്ല എന്നാണ് കർഷകർ, കൊയ്യാൻ വരുന്നവർ തന്നെ പറയുന്നത്. അവർക്കും വിഷമമുണ്ട്. പക്ഷെ ഇതിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ. അപ്പോൾ ഇത് ഈ 2 കണ്ടെത്തി നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് 90 സെൻറ്റോ 1 ഏക്കറിൽ കൂടുതലുണ്ട് ഇവിടം. അങ്ങോട്ടുള്ളത് മൊത്തം ഒരു 2-2.5 ഏക്കറോളം ഇച്ചിരി മോശമായിപ്പോയി. അതിൻ്റെ എല്ലാം വിളവെടുത്ത് അവർ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവർ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. വിൽക്കുകയും
ഇനിയും അടുത്ത കൃഷിക്കും വിത്തായിട്ട് ഉപയോഗിക്കും. ഇതിന് വിൽക്കാനെന്ന് പറയാൻ ഒരുപാടൊന്നും കാണില്ല. പിന്നെ കച്ചി വിൽക്കാം, അത് മേടിക്കുന്നവര് നമ്മളൊക്കെ ആവശ്യമായിട്ടുള്ള വില തരത്തില്ലല്ലോ. അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം അവരങ്ങ് വില കുറയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കും. നമ്മുടെ നഷ്ടങ്ങൾ വന്നാലും ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അപ്പം എനിക്ക് ഇനിയും പലമാതിരി കൃഷികൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിന് എനിക്ക് ഫണ്ട് സംബന്ധമായിട്ടും സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങൾ തരണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് തരാനിരിക്കുമ്പോൾ നമുക്കൊന്നും പറ്റുന്നില്ല. അതിനുള്ള സർക്കാരിന്റെ അനുമതി ഞങ്ങൾക്ക് സബ്സിഡി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിച്ചാൽ എനിക്ക് ഇനിയും തരിശു ഭൂമിയായിട്ട് കിടക്കുന്നതൊക്കെ എടുത്ത് മുന്നോട്ട് ചെയ്യാൻ സർക്കാർ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ കിടക്കുന്ന എല്ലാ തരിശു ഭൂമികളിലും കൃഷി ചെയ്യും ഞാൻ. എനിക്ക് എല്ലാവരും തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വൃത്തിയാക്കുന്നതിന് ഒരുപാട് ചെലവുകളാണ്. തൊഴിലുറപ്പ് മേഖലയിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് എനിക്ക് അതൊക്കെ ചെയ്തു തന്നാൽ, ഇത് കൊയ്യുന്നതിനും അങ്ങനെയൊക്കെയുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി തന്നാൽ, തൊഴിൽ വേതനത്തിൽ ഈ നെൽകൃഷി ഇല്ലെന്നാണ് പറയുന്നത്, അതിനൊരു വകുപ്പ് കൊണ്ട് തന്നാൽ നമുക്ക് മുന്നോട്ട് ഒരുപാട് കാര്യം. ഇപ്പം പുരയിടങ്ങൾ കിളച്ച് വലിയ വലിയ വീട്ടുകാർക്ക് കിളച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിന് സർക്കാരിന് ലാഭം. ഇത് തിരിച്ച് ഇവിടെ സഹായിക്കുന്നെങ്കിൽ 10 നെല്ലെങ്കിലും കിട്ടും. അത് ആദ്യം മനസ്സിലാക്കി നമ്മുടെ സർക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് മേഖലയിലുള്ളവരെ കൃഷിഭൂമികളിലോട്ട് ഇറക്കാനുള്ള ഒരു സംവിധാനം. കൃഷി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ആണ് തൊഴിലുറപ്പിന്റെ പ്രത്യേകത. പക്ഷെ ഇപ്പൊ അതല്ല പറയുന്നത്, നെൽകൃഷിക്കും കൂടെ ഇറക്കാനുള്ള സംവിധാനം. അവർക്ക് 1 സെന്റാണോ 2 സെന്റാണോ നിയമപ്രകാരം അത്രയും വൃത്തിയാക്കി കൃഷി ചെയ്യാനുള്ള ഒരു അനുമതി കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നിങ്ങളിലൂടെ നടത്തണം. ഇനി നമുക്കിപ്പം എല്ലാ പാർട്ടി സംബന്ധമായിട്ട് എല്ലാവരും നമുക്ക് ഒരുപോലെയാണ്. അപ്പം എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയട്ടെ. അത് ചെയ്ത് ഞങ്ങളെപ്പോലുള്ളവരെ സഹായിച്ചാൽ നമുക്ക് ഈ കേരളത്തിനെ ഒരു കൃഷിഭൂമിയാക്കി മാറ്റാൻ പറ്റും. അതെനിക്ക് ഉറപ്പുണ്ട്. അതിന് ഈ 8ാം വാർഡിൽ മാത്രമല്ല, മുന്നോട്ടുള്ള വാർഡുകളിൽ, ഈ കൃഷ്ണപുരം മാത്രമല്ല, ആലപ്പുഴ ജില്ല മാത്രമല്ല, അതിനുള്ള കേരളത്തിലെ ഉടനീളവും എനിക്ക് അങ്ങനെ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ, ഒരു ട്രാൻസ്ജെൻഡറായ എനിക്ക് കിട്ടിയാൽ ഞാൻ പരമാവധി 90% ചെയ്യിപ്പിക്കാൻ ഒരു മനസ്സ് ഉണ്ട്. അത് ഞാൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതിനുള്ള ഒരു വകുപ്പ്, എന്തെങ്കിലും ഞങ്ങൾക്കൊരു ജോലി, ഞങ്ങൾക്ക് തൊഴിലുറപ്പ് മേഖലയുടെ അല്ല ശമ്പളം മതി. പക്ഷേ ഞങ്ങൾ ഒരേ സൈറ്റുകളിൽ പോയി ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത കാര്യങ്ങളാണ്. ആരും ഒരുപാടൊന്നും സഹായിക്കാൻ എന്നെ ആരും ഇല്ലായിരുന്നു. വിനോദിനിയെ പോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം സർക്കാർ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ ഫസൽ ബീമ യോജന പദ്ധതി പ്രകാരം നമുക്ക് വിള ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നെൽകൃഷിക്കുള്ള പഞ്ചായത്ത് പ്രോജക്റ്റിൽ നിന്ന് സബ്സിഡികളൊക്കെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഇത് പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളുടെ ഏരിയയിലുള്ള കർഷകർക്ക് വേണ്ടി കൃഷി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകണമെന്നാണ് ഈ വീഡിയോ കാണുന്ന കൃഷി ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത്. കൊയ്യുന്നതിന് ശരിക്ക് ആള് നിന്ന് ചെയ്തെങ്കിലേ ശരിക്ക് കൂലി ആകത്തുള്ളൂ. ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ തന്നെ ഇപ്പൊ കുറച്ച് കൊയ്യുക, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? കൂലി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്യുന്നു. പിന്നെ വേറെ ചാനലിൽ നിന്നും ഇവിടുന്ന് മേളിത്തരത്തിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതുപോലെ വീഡിയോസുകളൊക്കെ എടുത്തായിരുന്നു. അവരെനിക്ക് എന്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിലാണ്. ഞാൻ ഇത് കണ്ടെന്നും പറഞ്ഞ് തോക്കുന്നില്ല. ഞാൻ ഇനി മുന്നോട്ട് കൃഷി ചെയ്യാനാണ്. ഇനി കൃഷി ചെയ്യാൻ പോവുക. എനിക്ക് വേണ്ട സഹായങ്ങൾ സർക്കാരിൽ നിന്ന് നേടിത്തരാൻ കഴിയണം, നിങ്ങളെ കൊണ്ടൊക്കെയുള്ള ആളുകളിൽ നിന്നും. അതാണ് പ്രതീക്ഷ. ഉറപ്പായിട്ട്. അപ്പം നമ്മൾ കൃഷി ഓരോരുത്തർ ഇന്നത്തെ കാലത്ത് കൃഷി പൊതുവേ ആരും ചെയ്യാറില്ല. ലാഭങ്ങളും നഷ്ടങ്ങളും കിട്ടുന്ന സാധനമാണ്. ഇതിപ്പം നമ്മളെപ്പോലുള്ളവർ ചെയ്യുന്നു. ഇത് മുന്നോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സഹായങ്ങൾ കിട്ടിയേ പറ്റും. ഞങ്ങളൊക്കെ ഉള്ളവരല്ല, വലുതായിട്ടുള്ളവരല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന തുക കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സർക്കാരിൻ്റെ അനുമതി ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് സഹായം വേണം. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചേ പറ്റൂ. പിന്നെ ഞാൻ ഇനിയിപ്പോൾ എള്ള്, ഇഞ്ചി, മഞ്ഞളൊക്കെ വേറെ ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ വിളിക്കാം. ഇതെല്ലാം ചെയ്തിട്ട് വിളിക്കാം. ഞാൻ ഇനിയിപ്പം നേരത്തെ ചെയ്ത കൃഷികളൊക്കെ പിഴുതതും അല്ലാത്തതും ഒക്കെ ആയിപ്പോയി. ഇനി ഞാൻ എല്ലാം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നത്. എങ്കിലും എനിക്ക് ഇത് പാട്ടത്തിന് തന്നേക്കുന്നതാണ്. എനിക്കിത് പാട്ടത്തിന് തന്നേക്കുന്നത്. പാട്ടത്തിന് തന്ന എല്ലാ വീട്ടുകാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിതിപ്പോൾ ഒരു 4-5-6 പേരുടെ വസ്തുക്കളാണ് എനിക്ക് കൃഷിക്ക് തന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഇഞ്ചി ഇടവള കൃഷിക്ക് എടുത്തിട്ടുണ്ട്. അപ്പം കൃഷി ഓഫീസിൽ പറയുന്ന അതിന് സ്കീമില്ല എന്നാണ്.
പക്ഷേ ഒരു കർഷകന് സ്കീം ഉണ്ടാക്കേണ്ട ചുമതല അവർക്കുണ്ട്. അതിനു വേണ്ടി മുന്നോട്ട് പോകണം. പക്ഷേ നമ്മുടെ കൃഷി ഓഫീസറൊക്കെ നല്ല ആനുകൂല്യത്തിലും കാര്യങ്ങളിലും വന്ന് നിൽക്കുന്നേ. പക്ഷെ അവർക്കൊന്നും അവരല്ലല്ലോ തരണ്ടേ. അപ്പോൾ സർക്കാരിനെ ബോധിപ്പിച്ച് അതിൻ്റെതായ രീതികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഇറങ്ങിത്തിരിക്കും. ഓക്കെ, അതാണ്. പിന്നെ എൻ്റെ ഈ ഒരു കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്ന അങ്ങേക്ക് എൻ്റെ കൂപ്പ്. നമ്മുടെ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും 1000 നന്ദി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരെ ശുഭദിനം.